എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സദ്യയിൽ പാലടയില്ലാത്ത എങ്ങനെയാ അല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല ടേസ്റ്റി ആൻഡ് ക്രീമി ആയിട്ടുള്ള ഒരു പാലടയുടെ റെസിപ്പിയാണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള പാലട നമുക്ക് ഉണ്ടാക്കാം. എൻ്റെ ഈ വീഡിയോ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ മറക്കാതെ തന്നെ സപ്പോർട്ട് ചെയ്യണേ. ഇനി നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇതിന് വേണ്ടിയിട്ട് 100 ഗ്രാം പാലട എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകി തിളച്ച വെള്ളത്തിലേക്ക് ഇട്ടിട്ട് ഒരു അരമണിക്കൂർ നമുക്കിതൊന്ന് മൂടി വെക്കാം. അരമണിക്കൂറിന് ശേഷം ഇത് നല്ലതുപോലെ തന്നെ കുതിർന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് ഒരു 2 പ്രാവശ്യം നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. ഇതിപ്പോൾ കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പായസം തയ്യാറാക്കാം. അടികട്ടിയുള്ള ചട്ടിയിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടിട്ട് അതൊന്ന് കാരമലൈസ് ചെയ്തെടുക്കാം. ഇത് ലോ ഫ്ലെയിമിൽ തന്നെ വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ പഞ്ചസാര പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. ഇതേ കണ്ടില്ലേ, ഇപ്പോൾ നല്ലതുപോലെ തന്നെ നമുക്ക് കാരമലായി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഓണത്തിന് ഉണ്ടാക്കാൻ പറ്റിയ വേറെയും പായസത്തിൻ്റെ റെസിപ്പി എൻ്റെ ചാനലിലുണ്ട്, കാണാൻ മറക്കരുത്. ബട്ടറൊക്കെ മെൽട്ടായതിനു ശേഷം ഇതിലേക്ക് 1/4 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഡയറക്റ്റ് പാൽ ചേർത്ത് കൊടുക്കുമ്പോൾ ചിലപ്പോൾ പിരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്, അതുകൊണ്ടാണ് ആദ്യം കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കുന്നത്. ഇങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കുമ്പോൾ പഞ്ചസാര കട്ടിയായിട്ട് നിൽക്കും. ഇനി അതിലേക്ക് 1 ലിറ്റർ പാല് ചേർത്ത് കൊടുക്കാം. ഇത് ഫുൾ ഫാറ്റ് മിൽക്കാണ്, അത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് ചൂടാവാൻ വേണ്ടി വെക്കാം. പാലിപ്പോൾ നല്ലതുപോലെ തന്നെ ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അട ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ തന്നെ ഇളക്കി അട ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് മധുരത്തിന് ആവശ്യമായിട്ടുള്ള കണ്ടൻസ്ഡ് മിൽക്കും പഞ്ചസാരയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരെണ്ണം മാത്രമായിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ്. എല്ലാം ബാലൻസ് ആവാൻ വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ഒരു 6 ഏലക്കയുടെ കുരു ചതച്ചതും കൂടി ചേർത്ത് കൊടുത്തിട്ട് എല്ലാം കൂടി മിക്സ് ചെയ്യാം. ഇനി ഇതെല്ലാം നല്ലതുപോലെ തന്നെ ഇളക്കിയിട്ട് ചെറുതായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം. അപ്പോൾ ഇത് നല്ലതുപോലെ തന്നെ കളറൊക്കെ മാറിയിട്ട് നല്ല കുറുകി വരും. ഇതേ കണ്ടില്ലേ, ഇതിപ്പോൾ നല്ലതുപോലെ തന്നെ കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ട്. ഇതിൻ്റെ പാലൊക്കെ കുറച്ച് വറ്റിയിട്ട് പായസം കുറുകി വന്നിട്ടൊക്കെ ഉണ്ട്. ഈ ഒരു പാകം തന്നെ മതിയാവും. ഇനി ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള നട്ട്സും കിസ്മിസും ഒന്ന് വറുത്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് പാനിലേക്ക് 3 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് നട്ട്സും കിസ്മിസും കൂടി ഇട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. വറുത്ത് വെച്ചെടുക്കുന്നതൊക്കെ നമുക്ക് പായസത്തിലേക്ക് ഇട്ട് കൊടുക്കാം. പായസം ചൂടാറുമ്പോൾ ഒന്നും കൂടി ഇത് കുറുകിയിട്ട് വരും. കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന നല്ലൊരു പായസം റെസിപ്പിയാണിത്. അപ്പോൾ ഓണത്തിന് എന്തായാലും പാലട ഇതേപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണേ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി പറയുകയും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്കും ഷെയറും ചെയ്യണേ. കൂടുതൽ റെസിപ്പീസൊക്കെയായി എൻ്റെ ചാനൽ ഫോളോ ചെയ്യാനും മറക്കരുത്. താങ്ക് യു.